റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ നടപടി ആരംഭിച്ചു. വാദിഭാഗം അഭിഭാഷകരുമായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇന്ന് ചർച്ച നടത്തി. ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കുമെന്ന് വാദിഭാഗം അറിയിച്ചു. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജലീൽ, എന്തായാലും ഈ ബ്ലഡ് മണി ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് എംബസിക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എത്ര നാളുകൾ എടുക്കും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി? എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? പ്രവിത, ഈ ബ്ലഡ് മണി നാട്ടിൽ സ്വരൂപിച്ച ഫണ്ട് സൗദിയിൽ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. ഇതിന്റെ നാട്ടിൽ നിന്നും ഫണ്ട് സൗദിയിൽ എത്തിക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനത്തിലുള്ള നടപടിക്രമങ്ങൾ സൗദിയിൽ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം ഇന്ന് തന്നെ ആരംഭിച്ചു. മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം റെഡിയാണെന്ന് ആ കുടുംബത്തിന്റെ വക്കീലിനെ അറിയിച്ചിട്ടുണ്ട്. വാദി വിഭാഗം വക്കീലുമായി ഇന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓൺലൈനായിട്ടായിരുന്നു ഈ ചർച്ചയിൽ എംബസി പ്രതിനിധിക്ക് പുറമെ അബ്ദുൾ റഹീമിന്റെ വക്കീലും റിയാദിലെ സഹായ സമിതി പ്രതിനിധികളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഏപ്രിൽ 16 മുമ്പ് 15 മില്യൺ റിയാൽ അഥവാ ഈ 34 കോടി രൂപ തയ്യാറാക്കണമെന്നായിരുന്നു സൗദി കുടുംബത്തിന്റെ ആവശ്യം. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ പണം തയ്യാറാണ് എന്ന് ആ കുടുംബത്തിന് ബോധ്യപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇക്കാര്യം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. പെരുന്നാൾ അവധി കഴിഞ്ഞ് ഈ ചൊവ്വാഴ്ചയാണ് സൗദിയിലെ കോടതിയൊക്കെ തുറക്കുക. അന്ന് തന്നെ മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് വാദി വിഭാഗം വക്കീൽ അറിയിച്ചിട്ടുണ്ട്. മോചനദ്രവ്യം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് ഈ കുടുംബം രേഖാമൂലം കോടതിയെ അറിയിക്കും. ശേഷം കോടതി അപ്പീലിനായി ഏതാണ്ട് 1 മാസത്തെ സമയം അനുവദിക്കും. ഈ സമയം കഴിഞ്ഞാൽ ആർക്കും അപ്പീൽ ഇല്ലെങ്കിൽ മേൽക്കോടതിയുടെ അനുമതി വാങ്ങും. മേൽക്കോടതിയുടെ, അതായത് സുപ്രീം കോടതിയുടെ അനുമതി കിട്ടുന്നതോടെ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഇതാണ് ഇനി മുമ്പിലുള്ള കാര്യങ്ങൾ. അതിനുശേഷം മാത്രമായിരിക്കും ഈ സ്വരൂപിച്ച ഫണ്ട് ഈ കുടുംബത്തിന് കൈമാറുക. പ്രധാനമായി ഉള്ളത് നാട്ടിൽ സമാഹരിച്ച ഈ 34 കോടി രൂപ സൗദിയിൽ എത്തിക്കുക എന്നതാണ്. ഇതിനുള്ള വഴികൾ ഇന്ത്യൻ എംബസിയും ഈ സഹായ സമിതിയും എല്ലാം പരിശോധിച്ചു വരികയാണ്. കവിത, ശരി. ജലീൽ കണ്ണമംഗലമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.